ഏഷണി, പരദൂഷണം. നമുക്കിടയിൽ നമ്മൾ പോലും അറിയാതെ പടരുന്ന മഹാവിപത്തുകളാണ് ഏഷണിയും പരദൂഷണവും, അല്ലേ? ഏഷണി, പരദൂഷണം പോലുള്ളവയുടെ വിഷക്കുത്തേറ്റ് പിടയുന്ന ജനങ്ങൾ, തകരുന്ന കുടുംബ ബന്ധങ്ങൾ, ഉടയുന്ന വിവാഹ ആലോചനകൾ, ഇല്ലാതാവുന്ന സ്ഥാപനങ്ങൾ, അല്ലേ? എത്ര നഷ്ടങ്ങളാണ് ഈ ദുഷിച്ച നാവ് കാരണം ഉണ്ടായി പോകുന്നത്. കേട്ടതെല്ലാം പറയുക, അത് വിശ്വസിക്കുക, അതുപോലെ ഊഹങ്ങളെ പിൻപറ്റുക, ഇതെല്ലാം ഇസ്ലാം പണ്ടേ നിരോധിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒഴിവാക്കേണ്ടതാണ് എന്ന് അർത്ഥം. ഈ മാരകമായ വിഷപ്രയോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് എളുപ്പമായ കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കുക. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ റുംത അൻ തഹ്യ സലീമൻ മിനർ റദ വദീനുക മൗഫൂറുൻ വഇർളൂക സയ്യിനു. അഭിമാനം സംരക്ഷിക്കപ്പെടണമെന്നും ദീൻ പൂർത്തിയാകണമെന്നും വൃത്തികേടിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കണമെന്നും നീ ആഗ്രഹിക്കുന്നു എങ്കിൽ ലിസാനക ലാ തദ്കുർ ബിഹി ഔറത ഇംറിഇൻ ഫകുല്ലുക ഔറാത്തുൻ വലിന്നാസി അൽസിനു. നിന്റെ നാവ് കൊണ്ട് മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും പറയാതിരിക്കുക. കാരണം പരിശോധന നടത്തിയാൽ നിനക്ക് തന്നെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും. ജനങ്ങൾക്ക് അതുപോലെ നാക്കുകളും ഉണ്ടാകും. വഅയ്നാക ഇൻ അബ്ദത് ഇലൈക മുആയിബ ഫദർഹാ വഖുൽ യാ ഐനു ലിന്നാസി അയ്യുനു. നിന്റെ കണ്ണിൽ ഒരു കുറ്റം നീ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കുക. എന്നിട്ട് കണ്ണിനോട് പറയണം, നിനക്ക് മാത്രമല്ല കാഴ്ച, മറ്റുള്ള ആളുകൾക്കും കണ്ണും കാഴ്ചയും ഒക്കെ ഉണ്ട് എന്ന് നീ പറയണം. വആശിർ ബിമഅറൂഫിൻ വസാമിഹ് മൻ ഇഅ്തദ വദാഫിഉ വലാകിൻ ബില്ലതി ഹിയ അഹ്സനു. ജനങ്ങളുടെ ഇടയിൽ നല്ല നിലയിൽ ജീവിക്കുക. ആരെങ്കിലും ദേഷ്യത്തോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് നൽകുക. നല്ല ശീല സ്വഭാവങ്ങളെ കൊണ്ട് അവരെ നേരിടുക. അശ്ലീലത്തിൽ നിന്ന് രക്ഷപ്പെടാനും തൻ്റെ സുന്ദരമായ മതം പൂർത്തിയാവാനും തൻ്റെ അഭിമാനം കാത്ത് സംരക്ഷിക്കപ്പെടാനുമുള്ള ഒരേ ഒരു വഴിയായിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത്.